നമസ്കാരം, ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നവരത്നങ്ങളെ കുറിച്ച് നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. രത്നധാരണത്തെ കുറിച്ച് ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കാണുക. ഇന്ന് അതിന്റെ തുടർച്ചയാണ്. നവരത്നങ്ങളിൽ എല്ലാ രത്നങ്ങളെയും പ്രത്യേകം അതിന്റെ അറിയേണ്ട കാര്യങ്ങളെല്ലാം പരാമർശിച്ചുകൊണ്ടുള്ള വീഡിയോകൾ നിങ്ങൾക്കായിട്ട് ഞാൻ അവതരിപ്പിക്കുന്നു. അത്തരത്തിൽ തന്നെ നിരവധി വീഡിയോകൾ ചെയ്തു. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് ഇന്ദ്രനീലം എന്ന അതിവിശേഷപ്പെട്ട അമൂല്യ രത്നത്തിന്റെ വിഷയങ്ങൾ അവതരിപ്പിക്കാം. ഇന്ദ്രനീലം ഇത് ശനിയുടെ രത്നമാണ്. ബ്ലൂ സഫയർ എന്നാണ് ഇംഗ്ലീഷിൽ ഇതിന് പേര്. കാഠിന്യത്തിൽ 2ാം സ്ഥാനത്തുള്ള രത്നമാണ് ഇന്ദ്രനീലം. ഇത് കൊറണ്ടം വിഭാഗത്തിൽപ്പെടുന്ന ഒരു രത്നമാണ്. തമിഴ്നാട്ടിലെ കുറണ്ടം എന്ന സ്ഥലത്ത് നിന്നാണ് കുറണ്ടം അഥവാ കുരുവിരും എന്ന വാക്കുകൾ ജനിച്ചത്. കുരുവിരും എന്നാൽ മാണിക്യം എന്നാണ്. മാണിക്യവും പുഷ്യരാഗങ്ങളും അഥവാ സഫയർ ഇവയെല്ലാം കൊറണ്ടം വിഭാഗത്തിൽപ്പെട്ട രത്നങ്ങളാണ്. കുറണ്ടം എന്ന തമിഴ് വാക്കിനെ കൊറാണ്ടമാക്കിയത് ഇംഗ്ലീഷുകാരാണ്. അവരുടെ ഉച്ചാരണത്തിലുള്ള വ്യത്യാസമാണ് തമിഴ്നാട്ടിലെ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട ഇതിനെ കൊറാണ്ടം എന്ന വിഭാഗത്തിൽപ്പെടുത്തിയ രത്നമാക്കിയത്. അവിടെ നിന്ന് ഈ രത്നങ്ങളെ കണ്ടെടുത്തിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു പേര് കൊടുത്തത്. ഭാരതീയ രത്നവിജ്ഞാന ശാഖയുമായി ബന്ധപ്പെട്ട് ശനിയുടെ രത്നമാണ് ഇന്ദ്രനീലം. ഇതിന് ശനിപ്രിയ എന്നും പേരുണ്ട്. ഈ ശനിപ്രിയ യൂറോപ്യൻ ഭാഷകളിലൂടെയൊക്കെ സഞ്ചരിച്ച് തിരികെ എത്തിയപ്പോൾ സഫയർ ആയി എന്ന് മാത്രം. ഇതെല്ലാം തന്നെ നമ്മളുടെ ഭാരതത്തിൽ നിന്നാണ് ഈ വിജ്ഞാന ശാഖകളൊക്കെ പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ളത്. കൊറണ്ടം എന്ന വിഭാഗത്തിൽ വരുന്നത് അലൂമിനിയം ഓക്സൈഡ് എന്ന മൂലകമാണ് ഉള്ളത്. ഇവയിൽ ഇരുമ്പിന്റെയും ടൈറ്റാനിയത്തിന്റെയും ഒക്കെ ഓക്സൈഡുകൾ ഒരു നിശ്ചിത അനുപാതത്തിൽ കലരുമ്പോൾ അതിന് നീല നിറം ലഭിക്കുന്നു. അവയൊക്കെ കടുംനീല, സാധാരണ നീല, ഇളം നീല എന്നീ നിറങ്ങളിലൊക്കെ ലഭിക്കുന്നു. ഭാരതത്തിൽ ഇത് മഹാനദി, ബ്രഹ്മപുത്ര എന്നീ നദികളുടെ തീരത്തും ഹിമാലയം, കാശ്മീർ, സേലം എന്നിവിടങ്ങളിലും കൂടാതെ ഭാരതത്തിന് പുറത്ത് ശ്രീലങ്ക, തായ്ലാന്റ്, അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ ദേശങ്ങളിലേക്ക് ഖനികളിൽ ഇത് ലഭിക്കുന്നുണ്ട്. കടും നിറത്തിലുള്ളതിന് താരതമ്യേന വിലക്കുറവാണ്. ഇളം നിറത്തിലുള്ളതിന് സാധാരണയായി വില കൂടിയും കാണപ്പെടുന്നു. മനുഷ്യന് സാധാരണയായി 3 അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടി വരുന്നു. അത് ശാരീരികം, മാനസികം, ആത്മീയം എന്നിങ്ങനെയാണ്. ഇതിലേതെങ്കിലും ഒരു അവസ്ഥയ്ക്ക് വ്യതിയാനം വരുമ്പോഴാണ് മനുഷ്യന് പ്രശ്നങ്ങൾ ഉണ്ടാകുക. ഇതിന്റെയൊക്കെ ഈ വിഷയങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ തീർക്കാനായിട്ട് ഔഷധം, ജപം, ദാനം മുതലായവ ആ മനുഷ്യർക്ക് വേണ്ടി വരുന്നു. നമ്മൾ മഴ പെയ്യുമ്പോൾ കുട പിടിക്കുന്നത് പോലെ തന്നെ ആ കുട നമ്മളെ മഴയിൽ നിന്ന് ഒരു 90% രക്ഷപ്പെടുത്തും. അതേപോലെ തന്നെ വെയിൽ വരുമ്പോൾ സൂര്യന്റെ ചൂടിൽ നിന്നും ഈ കുട തന്നെ നമ്മൾക്ക് രക്ഷയ്ക്കായി എത്തുന്നുണ്ട്. അതായത് വ്യത്യസ്ത സാഹചര്യങ്ങളെ പോലും ഒരേപോലെ നമുക്ക് ഫലപ്രദമാക്കി തരുന്നു. രത്നങ്ങളും ഇതേപോലെ തന്നെയാണ് നമുക്ക് ഉപകാരപ്രദമാകുന്നത്. നമ്മളുടെ നല്ല ഫലങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ടും രത്നങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ദോഷങ്ങളെയും ഒക്കെ ഇല്ലാതാക്കുന്നതിനും അകറ്റി നിർത്തുന്നതിനും ഇതേ രത്നങ്ങളെ തന്നെ നമുക്ക് ഒരു കുട എങ്ങനെയാണോ മനുഷ്യർക്ക് പ്രയോജനകരമാകുന്നത് അതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിക്കും അനുയോജ്യമായിട്ടുള്ള രത്നങ്ങൾ ധരിക്കുന്ന പക്ഷം ഗ്രഹങ്ങളിൽ നിന്ന് നമ്മളിലേക്ക് പ്രവഹിക്കുന്ന നെഗറ്റീവ് തരംഗങ്ങളെയൊക്കെ ഫിൽട്ടർ ചെയ്ത് ആവശ്യമുള്ളതിനെ മാത്രം നമ്മളുടെ ശരീരത്തിലേക്ക് കടത്തിവിടാൻ ഈ രത്നങ്ങൾക്ക് കഴിയും. അതുപോലെ തന്നെ പ്രയോജനകരമായിട്ടുള്ള പോസിറ്റീവ് തരംഗങ്ങളെ നമ്മളിലേക്ക് പരമാവധി ആഗിരണം ചെയ്യാനും ഈ രത്നങ്ങൾക്ക് സാധിക്കും. നേരത്തെ കുടയുടെ ഉപമ പറഞ്ഞത് ഇത്തരത്തിൽ ചിന്തിക്കുക. ഇനി നമുക്ക് ഇന്ദ്രനീലം ധരിക്കുന്നതുകൊണ്ട് വിശേഷമായിട്ട് ലഭിക്കുന്ന പ്രാധാന്യത്തെ, പ്രയോജനത്തെ ഒന്ന് പരിശോധിക്കാം. പേര്, പ്രശസ്തി, ധനം, ആരോഗ്യം, സന്തോഷം, ജോലിയിൽ ഉയർച്ച, ഗവൺമെന്റ് അംഗീകാരങ്ങൾ, ധാരാളം ജോലിക്കാർ എന്നിവയൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഇന്ദ്രനീലം ധരിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കും. റിയൽ എസ്റ്റേറ്റ് രംഗം, കെട്ടിട നിർമ്മാണ സാമഗ്രികൾ, ഇരുമ്പുരുക്ക് വ്യവസായം, കമ്മീഷൻ ഏജന്റുമാർ, കൃഷി എന്നീ രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഇത് ഭാഗ്യരത്നമായി കരുതാം. എന്നാൽ ഇവയൊക്കെ അവർക്ക് ജാതകപ്രകാരം യോജിക്കുമെങ്കിൽ മാത്രം ധരിക്കുക. ഗുണം ചെയ്യുന്നത് പോലെ തന്നെ വളരെയധികം ദോഷഫലങ്ങളും ചെയ്യുന്ന രത്നമാണ് ഇന്ദ്രനീലം. അതുകൊണ്ട് തന്നെ ജാതകം പരിശോധിച്ച് ലഗ്നം 9, 5 എന്നീ ഭാവാധിപത്യം ഉണ്ടെങ്കിൽ മാത്രം ഈ രത്നം ധരിക്കുക. അത് ഭാവപ്രകാരമായിരിക്കണം, ഗ്രഹനില പ്രകാരമാകരുത്. അല്ലാത്തവർക്ക് വേണമെങ്കിൽ നക്ഷത്രാധിപത്യം ശനിക്കുണ്ടെങ്കിലും സംഖ്യാശാസ്ത്രപ്രകാരം ശനി അനുകൂലമാണെങ്കിലും ഇത് പരീക്ഷിച്ചതിന് ശേഷം വേണമെങ്കിൽ ധരിക്കാം.
എപ്പോഴും ഭാരതീയ ശാസ്ത്രപ്രകാരം ഗ്രഹനില പരിശോധിച്ചുള്ള രത്നധാരണ രീതി തന്നെയാണ് ഏറ്റവും ഉത്തമം. ഇന്ദ്രനീലം ധരിച്ച് 24 മണിക്കൂറിനുള്ളിൽ അതിന്റെ ഗുണദോഷ ഫലങ്ങൾ അനുഭവത്തിൽ വരും. കാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുക, ബുദ്ധി വികാസം ഉണ്ടാകുക, രോഗശാന്തി, ദീർഘായുസ്, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, മുഖശോഭ വർദ്ധിക്കുക എന്നീ ഗുണഫലങ്ങൾ നമ്മളിലേക്ക് എത്തുന്നതിന് ഇന്ദ്രനീലം ധരിക്കുന്നത് സഹായകരമാണ്. മാനസിക രോഗമുള്ളവർക്കും ഇന്ദ്രനീലം സഹായകരമാകും. അത് രോഗത്തെ ശമിപ്പിക്കുന്നതിന് സഹായിക്കും. കൂടാതെ ത്വക്ക് രോഗങ്ങൾ, വാർദ്ധക്യ ലക്ഷണങ്ങൾ, തലമുടി കൊഴിയൽ, ആലസ്യമുള്ളത്, പക്ഷാഘാത സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇവയ്ക്കൊക്കെ ഇന്ദ്രനീലം പരിഹാരമാണ്. ഇന്ദ്രനീലം ധരിക്കുന്നത് വഴി വളരെ പഴക്കമുള്ള വാതരോഗങ്ങൾ പോലും ഇല്ലാതാകുന്നതാണ്. അലർജി, പിത്തം തുടങ്ങിയ രോഗങ്ങൾക്കും ഇന്ദ്രനീല ധാരണം ശമനം നൽകുന്നതാണ്. ഇനി ഇന്ദ്രനീലം ആർക്കൊക്കെ ധരിക്കാമെന്ന് നമുക്ക് നോക്കാം. നക്ഷത്രപ്രകാരവും ദശാകാല പ്രകാരവും സംഖ്യാശാസ്ത്ര പ്രകാരവും ഒക്കെ ധരിക്കുന്നവരുണ്ട്. പല ജ്യോത്സ്യന്മാരും ഇപ്പോൾ അത്തരത്തിലാണ് രത്നധാരണം നിർദ്ദേശിക്കുക. എന്നാൽ അതിനൊന്നും ശാസ്ത്രീയമായിട്ടുള്ള അടിസ്ഥാനമില്ല. അതൊക്കെ പരീക്ഷണങ്ങൾ മാത്രമാണ്. ഗ്രഹനില വെച്ച് ലഗ്നാധിപത്യവും 9ാം ഭാവാധിപത്യം, 5ാം ഭാവാധിപത്യം എന്നീ ഭാവാധിപത്യം ശനിക്കുണ്ടെങ്കിൽ മാത്രമേ ഇന്ദ്രനീലം ധരിക്കാവൂ. അങ്ങനെയുള്ളവർക്ക് നക്ഷത്രാധിപത്യവും സംഖ്യാശാസ്ത്ര പ്രകാരം ശനിയുടെ സംഖ്യയിൽ ജനിച്ചവർക്കുമൊക്കെ കൂടുതൽ ഫലങ്ങൾ ഒരുപക്ഷെ നൽകിയേക്കാം. ഇടവ ലഗ്നക്കാർക്ക് ശനി ഭാഗ്യാധിപനാണ്, കർമാധിപനും കൂടിയാണ്. യോഗകാരകനായിട്ടുള്ള ശനിയുടെ ഇന്ദ്രനീലം ധരിക്കുന്നത് ഇടവൻ രാശിക്കാർക്ക് ഏറ്റവും ഫലപ്രദമാണ്. ഇതോടുകൂടി വജ്രവും മരതകവും കൂടി ധരിച്ചാൽ വളരെയേറെ ഗുണങ്ങൾ ആ വ്യക്തിക്ക് ലഭിക്കും. മിഥുന ലഗ്നക്കാർക്കാകട്ടെ ഭാഗ്യാധിപനാണ് ശനി. മകരൻ രാശിയേക്കാൾ ശനിക്ക് ഏറ്റവും ബലമുള്ളത് കുംഭം രാശിക്കാണ്. അതുകൊണ്ട് തന്നെ മിഥുന ലഗ്നക്കാർക്കും ഇന്ദ്രനീലം ധരിക്കുന്നത് വളരെയേറെ ഗുണപ്രദമാണ്. അതോടൊപ്പം തന്നെ മരതകം കൂടി അവർ ധരിക്കുകയാണെങ്കിൽ വളരെ വിശേഷപ്പെട്ട ഫലത്തെ അത് നൽകും. മകരം, കുംഭം രാശി ലഗ്നക്കാർക്ക് ശനി ലഗ്നാധിപനാണ്. അങ്ങനെയുള്ളവർക്കും ഇന്ദ്രനീലം വളരെയേറെ ഫലപ്രദമാണ്. ഇന്ദ്രനീലം ധരിക്കുന്നവർക്ക് ശനി ഐശ്വര്യവും ഭൗതിക സുഖവും വേണ്ടുവോളം നൽകും. പൂയം, അനിഴം, ഉത്രട്ടാതി എന്നീ നക്ഷത്രക്കാർക്ക് ശനി ജാതകപ്രകാരം 11ാം ഭാവാധിപനാണെങ്കിൽ ധരിക്കാവുന്നതാണ്. ശനിദശാകാലത്ത് ശനിയുടെ ദോഷങ്ങൾ ഇല്ലാതാക്കാനും ഇത് ധരിക്കാറുണ്ട്. എന്നാൽ 6, 8, 12 ഭാവാധിപത്യം ഇല്ലെങ്കിൽ മാത്രം. 7 ശനിക്കാലത്ത് ഇത് ധരിക്കുന്നത് ശനിദോഷം കുറയ്ക്കുമെന്ന് പറയാറുണ്ട്. പക്ഷെ അത് അത്ര ശാസ്ത്രീയമല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ രത്നധാരണത്തിൽ ഒഴിവാക്കുക. ശനിയുടെ മൗഢ്യാവസ്ഥയിലും ഇന്ദ്രനീലം ധരിക്കാറുണ്ട്. എന്നാൽ ഇതെല്ലാം ജാതകം പരിശോധിച്ചതിന് ശേഷം മാത്രം. ഇന്ദ്രനീലം ആദ്യമായി ധരിക്കേണ്ടത് ശനിയാഴ്ച ദിവസമാണ്. ശനിയാഴ്ച ദിവസം ശനിയുടെ കാലഹോരയിലാണ് ഇത് ധരിക്കേണ്ടത്. ആദ്യത്തെ കാലഹോരയിൽ ധരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. 3 ക്യാരറ്റിന് മുകളിലേക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ധരിക്കാം. 2 മുതൽ തന്നെ ഫലപ്രദമാണ്. കടും നീല നിറത്തിലുള്ള ഇന്ദ്രനീലമാണ് ധരിക്കുന്നതെങ്കിൽ 3ന് മുകളിലേക്ക് ധരിക്കാൻ ശ്രമിക്കുക. ഇളം നീല നിറമുള്ളതാണെങ്കിൽ 2ന് മുകളിലേക്ക് ധരിച്ചാൽ മതിയാകും. എത്ര കൂടുതൽ ധരിക്കുന്നോ അത്രയും ഫലപ്രദമാണ്. കുട്ടികളായിട്ടുള്ളവർക്ക് 1.5 ക്യാരറ്റിന് മുകളിലേക്ക് ധരിച്ചാലും മതിയാകും. രത്നധാരണത്തോടൊപ്പം ശനീശ്വര മന്ത്രങ്ങളും ശാസ്താവ്, ഹനുമാൻ എന്നീ ദേവതകളുടെ മന്ത്രങ്ങളും ഒക്കെ ജപിക്കുന്നത് ഫലപ്രദമാണ്. ഇടത് കൈയിലോ വലത് കൈയിലോ ഇത് ധരിക്കാവുന്നതാണ്. നടുവിരലിലാണ് ഇന്ദ്രനീലം ധരിക്കേണ്ടത്. സ്വർണത്തിലോ വെള്ളിയിലോ നിർമ്മിച്ച് ഇത് ലോക്കറ്റായിട്ടോ മോതിരമായിട്ടോ ധരിക്കാം. ഇന്ദ്രനീലത്തിന് പകരമായിട്ട് ഉപയോഗിക്കേണ്ട രത്നം അമതിസ്റ്റ് ആണ്. ഒട്ടേറെ ഗുണഗണങ്ങൾ ഉപരത്നങ്ങൾക്കുമുണ്ട്. നവരത്നങ്ങൾക്ക് ശേഷം ഉപരത്നങ്ങളുടെയും വീഡിയോകൾ നാം ചെയ്യുന്നുണ്ട്. നീലാഞ്ജന സമാഭാസം രവിം പുത്ര യമാഗ്രൻ ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം എന്ന മന്ത്രം ഇത് ധരിക്കുന്ന സമയത്ത് ജപിക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ഓം ശനീശ്വരായ നമ എന്ന മന്ത്രത്തെ ജപിക്കാം. അല്ലെങ്കിൽ ഓം ശാസ്ത്രേ നമ എന്ന മന്ത്രമോ ഓം ഹം ഹനുമതേ എന്ന മന്ത്രമോ ഒക്കെ ജപിക്കാവുന്നതാണ്. ഈ മന്ത്രങ്ങളൊക്കെ നിത്യജീവിതത്തിലും ജപിക്കാം. എല്ലാവർക്കും ശനീശ്വരന്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഇതുപോലുള്ള മറ്റ് രത്നങ്ങളുടെ അറിയേണ്ടതെല്ലാം എന്നുള്ള വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്കും ഈ അറിവ് ലഭിക്കുന്നതിനൊന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. വീണ്ടും അടുത്ത ദിവസം കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.